നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അന്ന് അവരെന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു, പരിഹസിച്ചു. ഞാൻ ഈ ജേഴ്സി അണിയുന്നത് അത് വല്ലാതെ ഫീൽ ചെയ്തുകൊണ്ടല്ല, അതായത് ആ ജേഴ്സിയോട് കൂറ് പുലർത്തിക്കൊണ്ടല്ല എന്നവർ പറഞ്ഞു. എല്ലാ TV ഷോകളിലും സ്പോർട്സ് ഷോകളിലും എന്നെ കളിയാക്കിക്കൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ സംഭവിച്ച ഘട്ടത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഏറ്റവും വലുത് എനിക്ക് എൻ്റെ ഫാമിലിയാണ്. ലയണൽ മെസ്സി പറയുകയാണ്, അർജന്റീനക്കൊപ്പം ഒരു കിരീടവും നേടാൻ പറ്റാത്ത നീണ്ട കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. 2021 മാത്രമാണ് അദ്ദേഹത്തിന് അർജന്റീനക്കൊപ്പം ഒരു കിരീടം ചൂടാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് എത്രയോ ഫൈനലുകൾ കളിച്ചു. അപ്പോഴൊക്കെ അർജന്റീനക്കാര്, അർജന്റീൻ മാധ്യമങ്ങള്, അർജന്റീൻ ഫുട്ബോൾ എക്സ്പേർട്ടുകൾ ലയണൽ മെസ്സിയെ കൂവി വിളിച്ചിട്ടും കളിയാക്കിയിട്ടും കീറി വലിച്ച് ഭിത്തിയിലൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അവരൊക്കെ മെസ്സിയാണ് ഞങ്ങൾക്ക് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ലയണൽ മെസ്സി പലവട്ടം ഇന്റർവ്യൂകളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഇന്നിപ്പോ ഈ നിമിഷത്തിലും അദ്ദേഹം അത് എടുത്തു പറയുന്നു. അടുത്തൊരു വേൾഡ് കപ്പിന് പോകാൻ പോവുകയാണ്. അതിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ESPN ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഫാമിലിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് താൻ അനുഭവിച്ച ദുഃഖകരമായിട്ടുള്ള, സങ്കടകരമായിട്ടുള്ള ആ അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം വീണ്ടും ഓർമ്മിച്ചെടുത്ത് പറയുന്നത്. മറക്കില്ല ഒരിക്കലും ലിയോ മെസ്സി എന്ന് ഉറപ്പാണ്. പലവട്ടമായല്ലോ അതിപ്പോ അദ്ദേഹം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നോക്കുക, അദ്ദേഹത്തിന് ESPNന്റെ ഇന്റർവ്യൂവർ അർജന്റീന അണ്ടർ-20 ടീമിനോടൊപ്പമുള്ള ഒരു വീഡിയോയും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കൊപ്പമുള്ള ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഫാമിലിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലിയോ മെസ്സിയുടെ മറുപടി, ഫോർ മീ ഫാമിലി ഈസ് എവറിത്തിങ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കെൻ്റെ കുടുംബമാണ്. എല്ലായ്പ്പോഴും അവരെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു ദേശീയ ടീമിനോടൊപ്പം. അതോടൊപ്പം തന്നെ അവരും അനുഭവിക്കുകയുണ്ടായി. ബാഴ്സലോണയിൽ ഞങ്ങളെല്ലാം വിജയിക്കുന്നുണ്ടായിരുന്നു, എല്ലാം നേടുന്നുണ്ടായിരുന്നു. പക്ഷേ ദേശീയ ടീമിനോടൊപ്പം കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നന്നായി എനിക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആളുകൾ എന്നെ അപമാനിച്ചു, പരിഹസിച്ചു. അവർ പറഞ്ഞു എനിക്ക് ഈ ജേഴ്സിയോട് ഒരു കൂറുമില്ല എന്നവർ പറഞ്ഞു. എന്നെ ഇനി കളിപ്പിക്കരുത്, അർജന്റീനയ്ക്ക് വേണ്ടി എന്നെ ഇനി കളിപ്പിക്കരുത് എന്ന് പോലും പറഞ്ഞവരുണ്ട്. ആ സമയത്ത് എൻ്റെ ഫാമിലി അർജന്റീനയിലായിരുന്നു. അവര് സ്പോർട്സ് ഷോസ് കാണുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാറ്റിലും ഒരു മെസാക്കിസ്റ്റിക് ആയിട്ടുള്ള, വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്, കണ്ടന്റുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ പാരൻസ്, എൻ്റെ സിബ്ലിങ്സ്, അവരെല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് അപ്പോൾ കടന്നുപോയത്. തീർച്ചയായിട്ടും ഞാൻ വളരെ ഭാഗ്യവാനാണ്. എൻ്റെ ഫാമിലി അവരെന്നോട് വളരെ ക്ലോസ് ആണ്. ഞങ്ങൾ വളരെ അടുപ്പത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ഭാര്യയുടെ, ആന്റോണലയുടെ ഫാമിലിയുമായിട്ടും എനിക്കുള്ള അടുപ്പം. ഞാൻ എന്തായാലും ഈ ഒരു അടുപ്പം നല്ല രൂപത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ബിക്കോസ് ഇൻ ദി എൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് എന്ന് തന്നെ ലിയോ മെസ്സി പറയുന്നു. സോ കളിയാക്കിയവരുണ്ട്, അദ്ദേഹത്തെ പിച്ച് ചീന്താൻ നിന്നവരുണ്ട്, അദ്ദേഹത്തെ ഇനി അർജന്റീന ടീമിൽ കളിപ്പിക്കരുതെന്ന് പറഞ്ഞവരുണ്ട്. അർജന്റീനക്കാർ തന്നെ അത് ലയണൽ മെസ്സി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഏറ്റവും വലുത് അദ്ദേഹത്തിന്റെ ഫാമിലിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.